ഇതാണ് സതീഷ് സാറ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. ഒരു 10-20 കൊല്ലമായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. സാറിൻ്റെ ഒന്ന് സെൽഫ് ഒന്ന് ഇൻട്രൊഡ്യൂസ്. എൻ്റെ പേര് സതീഷ് എന്നാണ്. ഞാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 31 വർഷമായിട്ട് ജോലിയിലുണ്ടായിരുന്നു, ഫാം സൂപ്രണ്ടായിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു 16 കൊല്ലം മുമ്പ് തുടങ്ങി തന്നെ ഞങ്ങൾ ഇതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരുന്നു. നഴ്സറിയുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ജോലി അതിലേക്ക് വേണമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ ചെയ്തത്. ധാരാളം കുട്ടികൾക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ബെഡിങ് രാഷ്ട്രീയ സമിതികളിലൊക്കെ കുറേ പേർക്ക് ജോലി നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സിനാണ്, ഫലവൃക്ഷച്ചെടികൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അവർക്ക് വരുമാനം കിട്ടാവുന്നതൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് റംബൂട്ടാനൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ടുപോയിട്ട് 4 ഏക്കർ സ്ഥലത്ത് പ്ലാന്റ് ചെയ്തിട്ട് 7 കൊല്ലം കഴിഞ്ഞ ആൾക്കാർക്ക് ഇത്തവണ 28 ലക്ഷം രൂപയ്ക്കാണ് ഒരു പ്ലാന്റേഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വേസ്റ്റ് ലാൻഡുകളൊക്കെ നമുക്ക് ഫുൾ പ്ലാന്റേഷനാക്കി മാറ്റുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. പരമാവധി വില കുറച്ച് നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ട്. റംബൂട്ടാൻ്റെ ചെറിയ തൈകളൊക്കെ നമ്മൾ 150 രൂപ സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മാംഗോസിനൊക്കെ ആണെങ്കിൽ 80 രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തൈ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞത് നമുക്കതൊരു കരാർ പോലെ ഏറ്റെടുത്തിട്ട് നമുക്ക് നമ്മൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്ത് കൊടുക്കും. എത്ര കൊല്ലം കൊണ്ട് നമുക്ക് വരുമാനമായി കൊടുക്കാൻ പറ്റും? 4 വർഷം കൊണ്ട് നമുക്ക് അവർക്ക് അവക്കാഡോ, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, കടപ്ലാവ്, പ്ലാവ് ഇവയുടെ തോട്ടങ്ങളാക്കി കൊടുക്കാവുന്ന നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ 1 ഏക്കർ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര വരുമാനം കിട്ടും ഈ പറഞ്ഞ 4-5 കൊല്ലം കൊണ്ട്? ഇപ്പോഴൊക്കെ ആവറേജ് വരുമാനം നമുക്ക് റംബൂട്ടാനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 1 ഏക്കറിൽ നിന്ന് 7 ലക്ഷം മുതൽ മേലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 7 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള. ഓക്കെ, നമ്മൾ ഇടവിള എന്ന് പറയുമ്പോൾ ഈ ചേമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഒരു പരിധി വരെ 4 വർഷം വരെ നമുക്ക് ഇടവിളകളൊക്കെ നടാൻ പറ്റും. ചേമ്പ്, ചേന, ഇതര പച്ചക്കറികളൊക്കെ നടാൻ പറ്റും. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും നമുക്ക് വരുമാനമായി തുടങ്ങും. ഇപ്പോൾ ധാരാളം പേർക്ക് 1 ഏക്കറിൽ നിന്ന് 7 മുതൽ 10 ലക്ഷം വരെ കിട്ടുന്ന ധാരാളം പ്ലാന്റേഷനിൽ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരുപാട് വിദേശത്ത് പോയി ജോലി എടുത്ത് അധ്വാനിക്കുന്നതിനേക്കാൾ രസകരമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല വരുമാനം 7 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല വരുമാനം. അതിലിപ്പോൾ ഏകദേശം നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടാവും? നമുക്കൊരു വർഷമൊക്കെ ഏകദേശം ഒരു 10% മാത്രമേ ചിലവ് വരുന്നുള്ളൂ. 10% അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട്. അതുകൊണ്ട് വിദേശത്തൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് 2 ഏക്കർ ഭൂമിയൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് 10-15 ലക്ഷം രൂപ എല്ലാ വർഷവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഈ ഭൂമി നമ്മുടെ നാട്ടിലൊക്കെ വില കൂടുതലല്ലേ? ഇത് തന്നെ വേറെ എവിടെയെങ്കിലും മാറി നമുക്ക് ചിന്തിച്ചുകൊണ്ട് കൃഷി ചെയ്യാം. കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6-7,000 രൂപയ്ക്കൊക്കെ നല്ല ഭൂമികൾ സെന്റിന് വഴിയുള്ളത് കിട്ടും. എന്ന് വെച്ചാൽ ഏക്കറിന് ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കിട്ടാതെ അവിടേക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ വരുമാനമാർഗ്ഗം മാറ്റാൻ പറ്റും. ഈ 6-7 ലക്ഷം രൂപ പോട്ടെ, ഒരു 10 ലക്ഷം രൂപ ഭൂമിക്കും പിന്നെ നമുക്ക് കൃഷിക്കായിട്ട് ഈ 5 കൊല്ലം കൊണ്ട് എത്ര രൂപ വരും? 5 കൊല്ലം കൊണ്ട് ഏകദേശം ഒരു 5 ലക്ഷം രൂപ 5 ലക്ഷം 4 കൊല്ലത്തിന്. അപ്പോൾ ഒരു 10-15 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു പെൻഷൻ കിട്ടുന്ന പോലെ ശമ്പളത്തിലേക്ക് എത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സതീഷ് സാറിൻ്റെ നേതൃത്വത്തിലൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അഗ്രിമെന്റ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇതൊരു പുതിയൊരു അനുഭവമാണ്. ഇത്തരം ആരും ഇങ്ങനെ ഏറ്റെടുത്ത് കേട്ടല്ലോ. പ്രത്യേകിച്ച് കൃഷി ഡിപ്പാർട്ട്മെന്റുമായി 10-30 വർഷം പരിചയമുള്ള ഒരാൾ ഇത്തരം ഒരു വാഗ്ദാനം നൽകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു സംവിധാനമാണെന്ന് പറയുന്നത്. നിലവിൽ നമുക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ചെയ്യാന്ന് വെച്ചത്. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. 1 ഏക്കർ മുതൽ 7 ഏക്കർ വരെയുള്ള പ്ലാന്റേഷനുകൾ നമ്മുടെ ഇതിൽ കൃഷി ചെയ്തിട്ട് നമുക്കുണ്ട്, നിലവിലുണ്ട്. അത് നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുത്തുകൊണ്ടാണ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഡയറക്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനുള്ള ലേബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ, താല്പര്യമുള്ള കർഷകർ, ഒരു വരുമാനം, ജീവിതമാർഗം, അല്ലെങ്കിൽ ഒരു പെൻഷൻ, അല്ലെങ്കിൽ ഒരു ശമ്പളം നിലയിലേക്ക് ചിന്തിക്കുന്നവർക്ക്, വിദേശത്തൊക്കെ പോയി ചോര നീരാക്കുന്നവർക്ക് ഒക്കെ ഒരു നല്ല ഒരു അറിവാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാറിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. ഓക്കെ, സാറിൻ്റെ ഫാമിൻ്റെ പേര് വരുന്നത് ശ്രീ സായി അഗ്രി ഫാം, വാട്ടേക്കാട്, കനകമല്ല, പിയോ. പറഞ്ഞിട്ടുള്ളത് ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, ഒരു മാവിൽ 5 ഇനം മാങ്ങ. അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് സാറിന്.